ഹേ ഗായ്സ്, സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സ്ഫോലിയേഷനെ കുറിച്ചിട്ടാണ്. ഈ വഴി നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഈ എക്സ്ഫോലിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഔട്ടർ ലെയറിലുള്ള ഈ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോ വലിയൊരു സംഭവമായിട്ടൊക്കെ തോന്നും, പക്ഷേ നമ്മൾ റെഗുലർലി നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ്. നമുക്ക് 2 ടൈപ്സ് ഓഫ് എക്സ്ഫോലിയേഷൻ ആണ് വരുന്നത്: ഫിസിക്കൽ എക്സ്ഫോലിയേഷൻ ആൻഡ് കെമിക്കൽ എക്സ്ഫോലിയേഷൻ. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗ്രെയിൻസ് ഉള്ള ഫേസ് വാഷ് അല്ലെങ്കിൽ ഫേസ് സ്ക്രബ് അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രഷ് വെച്ചിട്ട് നമ്മൾ റബ്ബ് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഔട്ടർ ലെയറിൽ, സ്കിന്നിന്റെ ഔട്ടർ ലെയറിൽ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആയി പോകാറുണ്ട്. അതാണ് ഈ ഫിസിക്കൽ എക്സ്ഫോലിയേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കെമിക്കൽ എക്സ്ഫോലിയേഷനും ഉണ്ട്. അതായത് കുറച്ച് ആസിഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഡെഡ് സ്കിൻ സെൽസിനെ റിമൂവ് ചെയ്യാന്ന് പറയുന്നത്. ഈ ആസിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുന്നത് AHA, BHA, PHA ഇതൊക്കെയാണ് കേട്ടോ. ഈ AHA എന്ന് പറയുമ്പോൾ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്സ്. ഇതിൻ്റെ അകത്ത് വരുന്നത് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്ടിക് ആസിഡ്, മാൻഡലിക് ആസിഡ്, ഈ കൈൻഡ് ഓഫ് ആസിഡ്സ് ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് AHAക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്. പിന്നെ BHA എന്ന് പറയുമ്പോൾ ബീറ്റാ ഹൈഡ്രോക്സി ആസിഡ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ സാലിസിലിക് ആസിഡ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ദെൻ പോളി ഹൈഡ്രോക്സി ആസിഡ് PHA. ഇതിൻ്റെ അകത്ത് വരുന്നത് ഗ്ലൂക്കോണോ ലാക്ടോൺ, അതേപോലെ ലാക്ടോബയോണിക് ആസിഡ്. ഈ സംഭവങ്ങളാണ് ഈ PHA എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. ഒരു കെമിസ്ട്രി ക്ലാസ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? സോ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഞാൻ ശരിക്കും യൂട്യൂബിലൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു, കുറച്ച് ജെമിനായിലൊക്കെ ഒന്ന് റെഫർ ചെയ്തിട്ട് ഈ ഡെർമാക്കോന്റെ ഈ ഒരു കെമിക്കൽ എക്സ്ഫോലിയേഷൻ സൊല്യൂഷൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ യൂസ് ചെയ്യുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 30% AHA ആൻഡ് 2% BHA ഉള്ള ഒരു ഫേസ് പീലിംഗ് സൊല്യൂഷൻ ആണ്. പീലിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നമ്മുടെ സ്കിൻ ഇങ്ങനെ പറഞ്ഞു പോരുന്ന പോലെയൊക്കെ ആ സംഭവം അല്ല കേട്ടോ. ഇത് നമുക്ക് അറിയ പോലും ഇല്ല പീൽ ആവുന്നുണ്ടെന്ന്. സംഭവം ഒരു തിൻ ലെയർ ഓഫ് ഡെഡ് സ്കിൻസ് നമ്മുടെ സ്കിന്നിൽ നിന്ന് റിമൂവ് ആയി പോകും, അത്രേ ഉള്ളൂ. സോ ഇവർ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ച് പറയുവാണെങ്കിൽ ഇത് നോർമലി ഒരു സെറം തേക്കുന്നത് പോലെ തന്നെ ഒരു തിൻ ലെയർ ഓഫ് സൊല്യൂഷൻ ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്തിട്ട് ലെസ് ദാൻ 10 മിനിറ്റ്സ്, 10 മിനിറ്റ്സിൽ കൂടുതൽ നമ്മളത് ഫേസിൽ വെക്കരുത് എന്നാണ് പറയുന്നത്. മേ ബി എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് സംഭവിച്ചേക്കാം, അതുകൊണ്ടായിരിക്കാം പറയുന്നത്. എന്താണ് 10 മിനിറ്റിൽ കൂടുതൽ വെച്ചാൽ എന്താണ്ടാവും അറിയില്ല. സോ നമുക്ക് 10 മിനിറ്റിൽ കൂടുതൽ സ്കിന്നിൽ ഈ സംഭവം വെക്കാൻ പാടില്ല. എന്നിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് വീക്ക്ലി ട്വൈസ് മാത്രമേ ഈ ഒരു സംഭവം യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ലാന്ന് ഈ പ്രൊഡക്റ്റ് ഇറക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നുണ്ട് കേട്ടോ. കെമിക്കൽ എക്സ്ഫോലിയേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് പിമ്പിൾസ് കുറയ്ക്കും, അതേപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ കുറയ്ക്കാം. ഓപ്പൺ പോർസ് ഉണ്ടെങ്കിൽ അതൊക്കെ ടൈറ്റൻ ആക്കും. ആക്നെ മാർക്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡള്ളാക്കും. പിന്നെ സ്കിന്നൊക്കെ ഒന്ന് ഗ്ലോ ആക്കാൻ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. ആൻഡ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീക്ക്ലി ട്വൈസ് മാത്രമേ ഈ സംഭവം യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ എക്സ്ഫോലിയേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഡയറക്ട്ലി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സെറമോ അങ്ങനെ എന്തെങ്കിലും ഒന്നും തേക്കാൻ പാടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മോയ്സ്ചറൈസർ ഒക്കെ അപ്ലൈ ചെയ്യാം. എക്സ്ഫോലിയേഷൻ ചെയ്തതിന് ശേഷം ഒരു 24 hours എങ്കിലും നിങ്ങൾ മാക്സിമം ഡയറക്റ്റ് സൺലൈറ്റിലോട്ട് നമ്മൾ സ്കിൻ എക്സ്പോസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഓൾവേസ് സൺസ്ക്രീൻ അല്ലെങ്കിൽ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനും 24 hours ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ബിക്കോസ് പെട്ടെന്ന് ടാൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് റിസ്ക്കിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ബട്ട് ഇത് നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ ഈ സംഭവം ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ ചെയ്യാനുള്ള ചാൻസ് കിട്ടിയില്ല. ആൻഡ് ഇതിന് പാച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. സ്കിന്നിൽ തേക്കുന്ന സമയത്ത് ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സാധാ എന്തെങ്കിലുമൊക്കെ ഒരു ഡീടാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ ഫീൽ ചെയ്യാറില്ലേ, അത്രേ ഉള്ളൂ. കൂടുതലൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നോർമൽ ഇതിനേക്കാളും കൂടുതൽ ബേണിംഗ് സെൻസേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വെച്ചെങ്കിൽ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. സോ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതിന് വരെ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. സോ ഫേസ് ഒന്ന് വാഷ് ചെയ്തു. ഞാൻ യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാൻ വെച്ചാൽ ടൈമർ ഓൺ ആക്കി വെക്കും, എന്നിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങുള്ളൂ. നമുക്കൊരു 10 മിനിറ്റിൽ കുറവ് കിട്ടിയാലും ഇഷ്യൂസ് അല്ലോ, കൂടി പോയിട്ട് വെറുതെ സ്കിന്ന് ഡാമേജ് ആക്കരുതല്ലോ. സോ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഞാൻ അത് എത്ര ആഡ് ആക്കുന്നുള്ളൂ. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അണ്ടർ ഐസിലൊന്നും ഇതാക്കണ്ട, കാരണം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിൽ അണ്ടർ ഐസിലൊക്കെ വെറുതെ നമ്മൾ റിസ്ക് എടുക്കരുത്. നമ്മൾ ശരിക്കും ഒരു തിൻ ലെയർ നമ്മൾ സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിന് ചെറുതായിട്ടൊരു ബേണിംഗ് സെൻസേഷനെ ഫീൽ ചെയ്യുള്ളൂ, കാരണം അതൊരു സ്കിന്നുമായിട്ട് വരുന്ന റിയാക്ഷൻ ആയിരിക്കാം. ബട്ട് അതിനേക്കാളും കൂടുതൽ കുറച്ചും കൂടെ നന്നായിട്ടൊരു ബേണിംഗ് ഒക്കെ വരുന്നുണ്ട് വെച്ചാൽ നിങ്ങൾ വേഗം റിമൂവ് ചെയ്യണം. ആൻഡ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, എന്ത് ചെയ്യുവാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് ഹാംഫുൾ അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഏത് പ്രൊഡക്റ്റും, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ.
ഓക്കെ. സോ ഞാൻ നോർമൽ വാട്ടർ വെച്ച് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്തു. ഒരു 10 മിനിറ്റ് ഞാൻ കംപ്ലീറ്റ്ലി വെച്ചിട്ടില്ല, ഞാൻ ടൈമർ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 9 പോയിന്റ് സംതിങ് മിനിറ്റ്സ് ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെയും പറയുന്നു വീക്ക്ലി ട്വൈസ് മാത്രമേ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഹോണസ്റ്റ്ലി പറയുകയാണെന്നുവെച്ചെങ്കിൽ എനിക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. ബട്ട് ഞാനും ഇത് യൂസ് ചെയ്തിട്ട് ഇതിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇതെങ്ങനെ എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ആൻഡ് ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വെച്ചാൽ ട്രൈ ചെയ്ത് നോക്കാം. വേറെ ഏതെങ്കിലും ബ്രാൻഡുകളിലുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ ഡെർമാക്കോന്റെ കുറച്ച് റിവ്യൂസ് കണ്ടു. സോ ഞാൻ പിന്നെ ഡെർമാക്കോന്റെ അധികം പ്രൊഡക്ട്സ്, സെറംസ് ഒക്കെ ഞാൻ അധികം ഡെർമാക്കോന്റെ തന്നെ യൂസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഡെർമാക്കോന്റെ ഈ പീലിംഗ് സൊല്യൂഷനും ഡെർമാക്കോന്ന് തന്നെ വാങ്ങിച്ചത്. ഇഫ് യു വോണ്ട് ടു ട്രൈ, നിങ്ങൾക്ക് ഡെർമാക്കോന്റെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രാൻഡ്സിന്റെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ബട്ട് ഒരു കാര്യം മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് പാച്ച് ടെസ്റ്റ് ആണ്. ഫസ്റ്റ് തന്നെ റിസ്റ്റിന്റെ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കുറച്ച് ദിസ് സൊല്യൂഷൻ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടൊരു ഇതേപോലെ തന്നെ 5 to 10 മിനിറ്റ്സ് വെച്ച് നോക്കുക. എന്തെങ്കിലും ഇറിറ്റേഷൻ, എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും തോന്നുകയാണെന്നുവെച്ചെങ്കിൽ നിങ്ങൾക്ക് ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് നല്ലതല്ല എന്നാണ് എൻ്റെ അർത്ഥം. സോ യൂസ് ചെയ്യാതിരിക്കാം. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇതേപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരാം. ബൈ. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടാം ജസ്റ്റ് ലൈക്ക്, ആൻഡ് എൻ്റെ പ്രൊഫൈലൊക്കെ ഒന്ന് കയറി നോക്കി കോണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ജസ്റ്റ് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ കൂടെ ചെയ്യാം. ഓക്കെ. ബൈ.